ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിവിടെ ഒരു പേസ്റ്റ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 18 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. പേസ്റ്റ് പോലെ അരച്ച മസാല നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ചിക്കനിലോട്ട് നല്ലപോലെ മസാല പിടിച്ചു വരികയുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല നല്ലപോലെ ചിക്കനുമായിട്ട് പിടിക്കും. ഇവിടെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.